പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിന്റെ 5-ാമത്തെ തിങ്കളാഴ്ചയായി ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളാണ്. ഈശോ ശിഷ്യർക്ക് നൽകുന്ന വിവിധങ്ങളായ ഉപദേശങ്ങൾ, വളരെ പ്രത്യേകിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യകത ഈശോ ഓർമ്മിപ്പിക്കുന്ന ഉപദേശങ്ങളാണ് ഇന്നത്തെ തിരുവചനത്തിലുള്ളത്. തെറ്റുകൾ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് ഈശോ ശിഷ്യരെ ഓർമ്മിപ്പിക്കുമ്പോൾ അവർ ഈശോയോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ്. എന്താണ് തെറ്റുകൾ ക്ഷമിക്കുന്നതിൻ്റെയും വിശ്വാസം വർദ്ധിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും ബന്ധം? ആഴമായ വിശ്വാസം വഴി ദൈവത്തോട് ഹൃദയ അടുപ്പം സൂക്ഷിക്കുന്നവർക്ക് മറ്റുള്ളവർക്കും നിരുപാധികം ക്ഷമിക്കാനാവൂ എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടെത്തുന്ന ഒരു കാര്യം. കാരണം ശക്തമായ വിശ്വാസമാണ് ദൈവം തങ്ങളുടെ തെറ്റുകൾ തങ്ങളോട് ക്ഷമിച്ച് കരുണ കാണിക്കുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരോടും കരുണ കാണിക്കാൻ സാധിക്കൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ഘോരമായ പാപങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നേ, എന്ന വിശ്വാസത്തിൽ നിന്നേ നമുക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും പരിഗണന കാണിക്കാനും ഒക്കെ സാധിക്കും. നമ്മളും ഇന്ന് ഈ നോമ്പിന്റെ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ്. നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസമാണ് വർദ്ധിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ തെറ്റുകൾ മറന്നും നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടത് നൽകുകയും ചെയ്യുന്നയാളാണ്. അത്തരമൊരു ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ചു എന്നത് നമുക്ക് വലിയ ആശ്വാസവും സന്തോഷവും നൽകും. ആ ആശ്വാസത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടും ക്ഷമിക്കാനാവും. അതാണ് ഈ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനുള്ള ഒരു അടിസ്ഥാന കാര്യം എന്ന രീതിയിൽ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്കൊരു പക്ഷേ ഞങ്ങളുടെ സഹോദരങ്ങളിൽ പലരോട് ക്ഷമിക്കാനുണ്ടാവും, പൊറുക്കാനുണ്ടാവും. അത് നന്നായി അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അങ്ങയിലുള്ള വിശ്വാസം ആഴപ്പെടുത്തണമേ, വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയെ കൂടുതലായി വിശ്വസിക്കുമ്പോൾ അങ്ങയോട് അടുക്കുന്നത് വഴി അങ്ങ് ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഹൃദയത്തിൻ്റെ തുറവിയും മനസ്സിൻ്റെ വിശാലതയും ഞങ്ങൾക്ക് നൽകണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.